അവിടെ പറഞ്ഞിപ്പോ നബിന്റെ കാലത്തുള്ളവർ മാത്രമാണെന്ന് അറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, കൂനും ആസ്വദിക്കുന്നുള്ളത് നബിന്റെ കാലത്തുള്ളവർക്ക് മാത്രം. ബേജാറ് ഉണ്ടാവുമ്പോൾ ആലോചിക്കണം എന്തൊക്കെയാ പറയണത്, അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പറയണത് കൃത്യമായി വിഷയം പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പറയണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, തെറ്റിപ്പോവും. നിങ്ങൾ പറഞ്ഞു ഞാൻ ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ വായിച്ചു, ലാ യസ്തഈദു ബിമഖ്ലൂഖ് വായിച്ചു, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന്, അത് വേറെയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു. വിഷയാവതരണം വേണമെങ്കിൽ കേൾക്കട്ടെ. ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്നത് ഞാൻ വായിച്ചപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ട് അത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അതിതല്ല എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിഷയാവതരണത്തിൽ. കേൾപ്പിക്കാൻ മധ്യസ്ഥന്മാർ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ പറയാൻ ആലോചിക്കണം എന്താ പറഞ്ഞത്. ഏത് ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത്. നിങ്ങൾ സാധാരണ ഇസ്തിഗാസക്ക് തെളിവ് പറയാറുള്ളതല്ലേ അത്. ഇവിടെ തർക്കം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താമോ സഹായാർത്ഥന നടത്താമോ എന്നതല്ലേ. ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഇതിന് തെളിവല്ല എന്നല്ലേ. അത് നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. പിന്നെയോ ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചു എന്ന് പറഞ്ഞാലേ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി അറിയുള്ളൂ. ആ വ്യവസ്ഥയിലുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ, ഒരു ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം പിൻവലിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയിലുണ്ടോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത്? പിൻവലിക്കണം എവിടെയെങ്കിലും പറയണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും ആരെങ്കിലും. ഞമ്മക്കിത് നിർത്തണമെങ്കിൽ എന്താ പണി? അപ്പറഞ്ഞ പിൻവലിക്കണം എന്ന് മുജാഹിദീങ്ങളോട് പറയണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു മൂപ്പർക്ക്. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞത് പിൻവലിക്കണം. എന്ത്? ഒന്നാമത്തെ ചോദ്യം പിൻവലിക്കണം, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിലോ? മറ്റേയാളെ നിർബന്ധിച്ചു ഒന്ന് പറഞ്ഞു കൊടുക്കുക, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയണം. അത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കൂല എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചാലേ രണ്ടാമത്തെ ചോദ്യം പറയൂ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്റെ ഒന്നാമത്തെ ചോദ്യം ഇവിടെയുണ്ട്, രണ്ടാമത്തെ ചോദ്യം ഇവിടെയുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ വിഷയാവതരണത്തിൽ ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്നതിനെ പരാമർശിച്ചുകൊണ്ട് അത് ഇസ്തിഗാസയല്ല എന്നും അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നും നിങ്ങളുടെ വിഷയാവതാരകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് തെളിവല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു എന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾപ്പിക്കാം. മധ്യസ്ഥന്മാർ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് സമയം കണ്ടെത്തി ആ ഭാഗം കേൾപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യമുണ്ട്, രണ്ടാമത്തെ ചോദ്യമുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പറയാം. പിന്നെ ജമിയത്തുൽ ഉലമയെ അതൊന്നും ഞങ്ങൾക്ക് പുല്ലാണ്ടോന്നാ പറയണ്ടില്ലല്ലോ, ഇപ്പൊ ഇവിടെ നടന്നതല്ലേ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തകൻ ഇവിടെ വന്നിരുന്നപ്പോ മൂപ്പര് വേണ്ട, മൂപ്പരൊക്കെ വലിയ ആളല്ലേ, ഇത് നമ്മള് കുട്ടികളല്ലേ എന്ന് പറഞ്ഞത് ഇവിടെ നടന്നതാ. ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സാധാരണ പ്രവർത്തകൻ ഇവിടെ ഇരുന്നു. അപ്പൊ എന്താ മറുപടി? എന്താ മറുഭാഗത്തുള്ള നിർബന്ധം? അത് വ്യവസ്ഥയിൽ നമ്മള് ആദ്യം പേര് തരാത്തോണ്ട് ഇരിക്കാൻ പറ്റൂല. ആദ്യം പേര് തരാത്തവർ ഇരുന്നിട്ടില്ലേ? അനസിനെ മാറ്റി, ഈ ഭാഗത്ത് അനസിനെ മാറ്റിയിട്ടുണ്ട്, ആ ഭാഗത്ത് നേലംകുളം റഷീദ് സക്കാഫിയെ മാറ്റിയിട്ടുണ്ട്. സൗകര്യമാണെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. അത് ഇവിടെ നടന്നതാണ്. എൻ്റെ പേരിലാണ് ആരോപണം, അതുകൊണ്ട് ഞാനാണ് പറയേണ്ടത്. ഞാൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്നത് ഇസ്തിഗാസക്ക് തെളിവല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ മൗലവി പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. സഹായം തേടുന്നതിന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്യം തെളിവ് പറഞ്ഞ ആളുകൾ അതല്ല, അത് തെളിവല്ല എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ വിശദീകരിച്ചപ്പോൾ